ന്യൂസ് സ്കാൻ മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും അധികാരമേറ്റ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിവിധ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വീടില്ലാത്തവർക്കും നല്ല വീടുകൾ ഉള്ളവർക്കുമെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ധനസഹായം എത്തുവാൻ പോകുന്നു. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലുള്ള ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. മൂന്നാം മോദി സർക്കാരിന്റെ കേന്ദ്രമന്ത്രിസഭ ആദ്യ തീരുമാനം രാജ്യത്തെ ഗ്രാമങ്ങളിലും നഗരമേഖലയിലുമുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കുന്നതിന് കേന്ദ്ര ധനസഹായം നൽകുമെന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 2015-16 കേന്ദ്ര സർക്കാർ PM ആവാസ് യോജന പദ്ധതി ആരംഭിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ള വീടുകൾ നിർമ്മിക്കുവാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യോഗ്യരായ ഗ്രാമീണ നഗര കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 4,21,00,000 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ ഈ പദ്ധതി പ്രകാരം സഹായം നൽകിയിരുന്നു. ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന എല്ലാ വീടുകളിലും ഗാർഹിക ശൗചാലയങ്ങൾ, LPG കണക്ഷൻ, വൈദ്യുതി കണക്ഷൻ, വീട്ടിൽ പ്രവർത്തനക്ഷമമായ ടാപ്പ് കണക്ഷൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ പദ്ധതികളിലായി സംയോജിപ്പിച്ച് ലഭ്യമാക്കുന്നുണ്ട്. 3 കോടിയോളം വീടുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം സഹായം നൽകുവാനാണ് ഇന്നലെ മന്ത്രിസഭ തീരുമാനിച്ചത്. കേരളത്തിൽ ഗ്രാമങ്ങളിലുള്ള വീടുകൾക്കുള്ള ധനസഹായം സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത്. നഗരങ്ങളിൽ വീട് പണിക്കായി ലോൺ എടുക്കുമ്പോൾ ആവാസ് യോജന പ്രകാരമുള്ള ധനസഹായം സബ്സിഡിയായി ലഭിക്കും. മൂന്നാം മോദി സർക്കാരിന്റെ മറ്റൊരു ബൃഹത് പദ്ധതിയാണ് 1 കോടി വീടുകളിൽ വൈദ്യുതി സൗജന്യമാക്കുന്ന PM സൂര്യഘർ പദ്ധതി. APL BPL വ്യത്യാസമില്ലാതെ വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിച്ച് 300 യൂണിറ്റ് വൈദ്യുതി വരെ സൗജന്യമായി നേടുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണിത്. 300 യൂണിറ്റ് വൈദ്യുതി ആവശ്യമില്ലാത്തവർക്ക് അധിക വൈദ്യുതി KSEB വിൽക്കുവാനുമാകും. 1 കിലോവാട്ട് സോളാർ നിലയം സ്ഥാപിക്കുന്നതിന് 30,000 രൂപയും 2 കിലോവാട്ട് സോളാർ നിലയം സ്ഥാപിക്കുന്നതിന് 60,000 രൂപയും 3 കിലോവാട്ടോ അതിൽ കൂടുതലോ സ്ഥാപിക്കുന്നതിന് 78,000 രൂപയുമാണ് ഈ പദ്ധതി പ്രകാരം സബ്സിഡി തുകയായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഇതിന്റെ രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തും ആരംഭിച്ചു കഴിഞ്ഞു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും KSEBയുമായി ബന്ധപ്പെട്ടും കൂടുതൽ വിവരങ്ങളും അപേക്ഷയും നൽകാവുന്നതാണ്.